ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ടിൻഡ് ട്യൂണ മസാല ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ക്യാൻ ടിൻഡ് ട്യൂണയാണ് എടുത്തിട്ടുള്ളത്. ഈ ട്യൂണ ഇൻ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ട്യൂണ ഇൻ സൺഫ്ലവർ ഓയിൽ, അതേപോലെ തന്നെ ട്യൂണ ഇൻ വാട്ടർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഏതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നീട് ഞാൻ ഇതിലോട്ട് എടുത്തത് ഒരു 2 വലിയ സവോള, അതേപോലെ തന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ എടുത്തത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, ഒരു പിടി മല്ലിയില, അതേപോലെ തന്നെ ഒരു 5-6 കറിവേപ്പിലയാണ് എടുത്തത്. അങ്ങനെ ട്യൂണ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അങ്ങനെ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അങ്ങനെ ആ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ പിന്നീട് അരിഞ്ഞു വെച്ച സവോളയെല്ലാം മുഴുവനായിട്ടും ചേർത്തു. അങ്ങനെ ഈ സവോളയിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോളയെല്ലാം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുമ്പോഴേക്കും സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അങ്ങനെ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, അതേപോലെ തന്നെ ആ ഒരു വലിയ കഷ്ണം ഇഞ്ചിയായിരുന്നു. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത് ഒരു 5-6 പച്ചമുളകായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക. പിന്നെ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് ചെയ്തത്. ഇതെല്ലാം കൂടി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റാനായിട്ട്. അങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഇതേപോലെ ചെറുതാക്കി തന്നെ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന ശേഷം നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച ഒരു 5-6 കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കുക. അങ്ങനെ തക്കാളി എല്ലാം ചേർത്ത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തന്നെ എടുത്തു വെച്ച 2 ക്യാൻ ടിൻഡ് ട്യൂണയാണ് കേട്ടോ. അപ്പോൾ ഈ ട്യൂണയിൽ ഞാൻ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ തന്നെ സൺഫ്ലവർ ഓയിൽ എടുത്തിരുന്നു. അപ്പോൾ ഇതിലെ ഓയിൽ എനിക്ക് വേണ്ട, അപ്പോൾ അത് കാരണം ഞാൻ എടുക്കുന്നില്ല. ഇപ്പം മീറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ 2 ക്യാൻ ടിൻഡ് ട്യൂണ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആ ഒരു മീറ്റിനെ ചെറുതാക്കി ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്യൂണ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം ഇങ്ങനെ ചെറുതാക്കി കൊടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് ചെറുതാക്കി പൊടിച്ചതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു പിടിയോളം ഉണ്ടായിരുന്നു. ഈ മല്ലിയില ഒരിക്കലും മിസ്സാക്കരുത്, കാരണം മല്ലിയിലയാണ് ഇതിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഈ ട്യൂണ ഇതും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയ ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് ട്യൂണ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ്. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തത് ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഏകദേശം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അങ്ങനെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എരിവിനായിട്ട് ആഡ് ചെയ്തത് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. മുളക് പൊടി അധികം ചേർക്കേണ്ട, കാരണം നമ്മൾ നേരത്തെ തന്നെ പച്ചമുളക് ഒരു 5-6 കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തത് ഒരു നുള്ള് ഗരം മസാലയാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഗരം മസാല അധികം ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് പാകത്തിന് ഉള്ള ഉപ്പാണ്. അങ്ങനെ എല്ലാ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മീറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഈ ട്യൂണ മസാല ഇതേപോലെ നന്നായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നീട് ഏകദേശം ഒരു 5 മിനിറ്റ് ലിഡിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ലിഡൊന്ന് തുറന്ന് നോക്കി. ഇപ്പോൾ നമ്മുടെ ട്യൂണ മസാല ഇവിടെ റെഡിയായി. ഇപ്പോൾ ഏകദേശം ഒരു ഡ്രൈ മസാല കൺസിസ്റ്റൻസിയിലായി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ ട്യൂണ മസാല ഉണ്ടാക്കാനായിട്ട്.
അങ്ങനെയെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ട്യൂണ മസാല ഇവിടെ റെഡിയായി. ഇപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ട്യൂണ മസാല ഇവിടെ റെഡിയായി. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ, ചപ്പാത്തിയുടെ കൂടെ, അതേപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സാദാ ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഈ ഒരു ഡ്രൈ റോസ്റ്റ് പോലെയാണ് ഇവിടെ ഞാൻ ട്യൂണ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.